ആര് മുന്നിൽ ആര് പിന്നിൽ വിധി ദിനം മെയ് 4 തിങ്കളാഴ്ച രാവിലെ 5 മണി മുതൽ തത്സമയം 24. സാർ ഞാൻ ഇത്ര നേരം ഞാൻ നിങ്ങളുടെ പ്രശ്നം ഞാൻ ഇവിടെ ഇരുന്ന് ഒളിഞ്ഞിരുന്ന് കേൾക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ കേൾക്കുമായിരുന്നു സാർ. എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാം. നിങ്ങളുടെ പ്രധാന പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങൾ ഭയങ്കര ടെൻഷനിലാണ് സാർ. ടെൻഷനിലാണ്. അപ്പൊ എന്ത് ചെയ്യണം? രണ്ടുപേരും ബ്രീത്ത് എടുക്കൂ സാർ. ബ്രീത്ത് എടുക്കൂ. ബ്രീത്ത് എടുക്കൂ. ബ്രീത്ത് എടുക്കൂ. വലിച്ചെടുത്ത സാറേ. വലിച്ച് പിടിച്ച് എനിക്ക് വേണ്ടി എന്റെ 5 സ്റ്റാർ ഹോട്ടലിന് വേണ്ടി വലിച്ച് റിലീസ് ചെയ്തേ സാറേ. ഇപ്പൊ എന്ത് തോന്നുന്നു? നല്ല പൊരിച്ച മീന്റെ മണം. ചാളയാണോ? പൊരിച്ച മീനാ? അതാണ് ഞാൻ പറയുന്നത്. സാർ ഇങ്ങനെ ബ്രീത്ത് ഇങ്ങനെ വലിച്ചെടുത്തപ്പോഴേക്കും മനസ്സിന്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടായില്ലേ? മനസ്സിന്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടായോ? എനിക്ക് ഒരു ടെൻഷൻ റിലീഫ്. സാറേ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കിൽ ചുറ്റിപ്പണങ്ങി കിടക്കുകയാണ് സാർ. ചുറ്റിപ്പണങ്ങി കിടക്കുകയാണ് സാർ. അതാണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം. ഉദാഹരണത്തിന് ബിസിയാണല്ലോ. ഒരു ഐസ്ക്രീം എടുത്ത് പുറത്തു വെച്ചാൽ എന്ത് സംഭവിക്കും? അതലിഞ്ഞു. അതല്ല ഞാൻ പറഞ്ഞത്. ഈ ഐസ്ക്രീം അതിന്റെ പൂർണ്ണതയിൽ ഇരിക്കുന്നത് എപ്പോഴാണ് സാർ? പൂർണ്ണതയിൽ ഫ്രിഡ്ജ് ഇരിക്കുമ്പോഴാണ്. ഫ്രിഡ്ജ് ഇരിക്കുമ്പോൾ. ഈ ഫ്രിഡ്ജ് ഇരിക്കുന്ന ഐസ്ക്രീം എടുത്ത് പുറത്തു വെച്ചാൽ ഇത് അലിയും. പിന്നെ അപ്പോൾ നമ്മൾ എന്താണ്? അതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമ്മൾ എപ്പോഴും നമ്മുടെ പൂർണ്ണതയിലാവുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നവർ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കുമ്പോഴാണ് അല്ലേ സാർ? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് കംഫർട്ട് സോണിൽ വരുമ്പോൾ അത് ഓക്കെ. ജീവിതവും ഐസ്ക്രീം പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പുറത്ത് വെക്കുന്ന ഐസ്ക്രീം പോലെയാണ് നമ്മുടെ ജീവിതം. ഇതിൽ നിന്നും മാഡത്തിന് എന്ത് മനസ്സിലായി? ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ഐസ്ക്രീം പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ അത് അലിഞ്ഞു പോകും, നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫ്രിഡ്ജിലിരിക്കുന്ന ഐസ്ക്രീം എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കണം. നിങ്ങളല്ല മാഡം എന്നോട് പറഞ്ഞത് പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്? അല്ല, എന്നിട്ട് നിങ്ങൾ തന്നെ കോനാമ്പീച്ചേക്ക് പറഞ്ഞു. എടാ നീ ഇപ്പൊ പറഞ്ഞതിന്റെ പൊരുൾ അങ്ങനെ സംഭവം എന്താ? സാറങ്ങോട്ട് സാറേ, ജീവിതം എന്ന് പറഞ്ഞ ഐസ്ക്രീം വേണ്ട, ഇയാൾ തന്നെ പറയും. സാറേ ജീവിതം എന്ന് പറഞ്ഞ ഒരു ഗ്ലാസ് പായസം പോലെയാണ്. ഷുഗർ കഴിഞ്ഞ തവണ 285. മനസ്സിലായില്ലേ? എന്റെ അടുത്ത് പായസം കൊണ്ട് വെച്ചാൽ എന്താ കാര്യം പറയും. എന്താന്ന് പറയൂ മാഷേ. എന്ത് കാര്യം? നിങ്ങൾ കാര്യം പറയൂ സാറേ. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഈഗോ മറന്ന് ഒന്നിക്കണം സാറേ. സാറിന്റെ കൈ ഒന്ന്. എനിക്ക് ഈഗോ ഇല്ല, എന്റെ തിരക്കാണ്. അത് സാറ് സംവിധായകനാണ്. സാറിന്റെ കൈ ഒന്ന് ഇടിക്കേ. മാഡത്തിന്റെ കൈ ഒന്ന് അങ്ങോട്ട് എടുത്ത് വെച്ചേ. മാഡത്തിന്റെ കൈ ഒന്ന് എടുത്ത് അങ്ങോട്ട് വെച്ചേ. വെക്കും മാഡം. വെച്ചോ. ഇപ്പൊ ഒരു സന്തോഷം വന്നില്ലേ? സന്തോഷം. ഓക്കെ. ഇനി രണ്ടുപേരും അവിടെയുള്ള ഐസ്ക്രീം പാർലറിൽ പോയി ഐസ്ക്രീം കഴിച്ചേ. അതിലൊരു ഐസ്ക്രീം കഴിച്ചേക്കാം. ഇങ്ങനെയൊക്കെയല്ലേ ജീവിതം കളർഫുൾ ആക്കണേ മാഡം. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ മനസ്സിലാക്കിയല്ലോ. ഇനി എന്റെ ചാൻസിന്റെ കാര്യം എങ്ങനെയാ? എടാ ചേട്ടൻ പിടിക്കുന്ന സിനിമയൊക്കെ ഉണ്ടല്ലോ, വലിയ ഹൈ ലെവൽ ടീമുകളെ വെച്ചിട്ട് എടുക്കത്തുള്ളൂ. നിന്നെ പോലുള്ള ഒരാൾക്കൊന്നും അവിടെ ക്യാരക്ടർ ഇല്ലടാ. ഞാൻ പറയാന്നാലോ കേട്ടോ. പെണ്ണുപിള്ള എന്റെ വായിരിക്കണ കൊണറിയത്. നിങ്ങൾ എന്നോട് എന്നാ പറഞ്ഞത്? ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ നിങ്ങൾ ചാൻസ് മേടിച്ചു തരാന്നല്ലേ പറഞ്ഞത്? നിങ്ങളൊരു സ്ത്രീയാണോ? നിങ്ങൾ എങ്ങനെ പ്ലേറ്റ് മറിച്ചോണ്ടിരിക്കുന്നത്? ഇങ്ങോട്ട് മാറ് എടോ ജാടത്തെണ്ടി. സാറൊരു കാര്യം മനസ്സിലാക്കണം. ഇവളിപ്പോ എന്നോട് എന്നാ പറഞ്ഞെന്നറിയാമോ? നിങ്ങളെ ഒന്നിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് ചാൻസ് മേടിച്ചു തരാന്ന് പറഞ്ഞു. ഇപ്പൊ പ്ലേറ്റ് മലർത്തിയിട്ട് പോവാ സാറേ. എന്തൊരു പെണ്ണാ സാറേ ഇവര്. എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഇതുകൊണ്ടാണ് 5 വർഷം സിനിമയെന്നും പറഞ്ഞ് ഞാൻ നാട്ടിൽ നിന്ന് വിട്ടുപോയത്. അറിയാമോ? എവിടെ സ്വഭാവം ഇതാണ്. അപ്പൊ എന്റെ സിനിമാ ജീവിതോ മൊജീറ്റോ.